PM ശ്രീയിൽ ഒപ്പിട്ടാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴടങ്ങലല്ലെന്ന് മുൻമന്ത്രി KK ശൈലജ. നമുക്കിവിടെ മതേതരമായ വിദ്യാഭ്യാസ നയമുണ്ട്. ഒരുതരം വർഗീയ അജണ്ട സമർത്ഥമായിട്ട് വർഗീയ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല കൊണ്ടുവരിക. വളരെ സമർത്ഥമായിട്ട് പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം വേറെ, ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ പ്രാകൃതമായ മനസ്സുള്ള ചിലരുടെ മനസ്സിലുണ്ട്. അത് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണം നടത്തുന്നുണ്ട്. അതിന് കേരളം സമ്മതിക്കില്ല. നമ്മളിവിടെ ഒരു മതേതര ജനാധിപത്യ വിദ്യാഭ്യാസ നയം ഉണ്ട്. എന്നാൽ അത് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണം SSK ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം വകയിരുത്തുന്നത് തൃപ്തികരമാണെന്ന് ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല, നിങ്ങൾക്കാർക്കും ഉണ്ടാവും തോന്നുന്നില്ല. GDPയുടെ 2% താഴെ ആരോഗ്യത്തിന് എവിടെ തികയും? എന്തുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കും? അപ്പോൾ അതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് SSK, സർവശിക്ഷാ അഭിയാൻ. ആ സർവശിക്ഷാ അഭിയാനിന് ലഭ്യമാകുന്ന പണം കിട്ടിയില്ലെങ്കിൽ എന്താകും? ഇപ്പോൾ LP തലത്തിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ട കളിസ്ഥലങ്ങളും മറ്റു ചില സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് സർവശിക്ഷാ അഭിയാൻ്റെ കാശ് കൊണ്ടാണ്. സർവശിക്ഷാ അഭിയാൻ്റെ കാശ് തരില്ല PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ. ചെറുതല്ല, എല്ലാം കൂടി ചേരുമ്പോൾ 1400 കോടിയിലേറെ ഉറപ്പിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അതാര് തരും? അപ്പോൾ ഒപ്പിട്ടാൽ ചോദ്യം, നിങ്ങൾ NEPക്ക് കീഴടങ്ങുകയല്ലേ? അല്ല. അങ്ങനെ നമ്മുടെ ഏതെങ്കിലും ജനാധിപത്യപരമായ വിദ്യാഭ്യാസ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ നിർബന്ധിച്ചാൽ നമ്മളതിനെ എതിർക്കും ശക്തമായിട്ട്. എന്നാൽ ഒപ്പിട്ടത് ഈ പണം തരില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ കാണേണ്ടത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ നയാണോ നല്ലത്, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തുടരുന്ന നയാണോ നല്ലതെന്ന് പരിശോധിക്കല. നിങ്ങളെല്ലാം സപ്പോർട്ട് നൽകേണ്ടത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ നയം സംരക്ഷിക്കാൻ എന്ത് വില കൊടുത്തും പോരാട്ടം നടത്തണമെന്നാണ്. അപ്പോൾ പറയേണ്ടത് എന്താ? ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നിങ്ങൾ തരണം. എന്നാൽ ആ പണത്തിൻ്റെ പേരിൽ നിങ്ങൾ വിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളെ പിന്തുണക്കാൻ ഈ സംസ്ഥാനത്തിന് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. PM ശ്രീയിൽ ഹിഡൻ അജണ്ടയുണ്ട്. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ കാര്യങ്ങളും മോശമല്ലെന്നും ശൈലജ പറഞ്ഞു. PM ശ്രീക്കെതിരെ കേരളം പിടിച്ചുനിന്നുവെന്ന് ശൈലജ പറഞ്ഞു. CPM CPI തർക്കം എന്ന നിലയിലല്ല പ്രശ്നത്തെ കാണേണ്ടത്. സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്ന അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് കാണേണ്ടത്. ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം പറയാറുമുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം വിഷയത്തിൽ കാണേണ്ടത് PM ശ്രീയിൽ ഒപ്പുവെച്ചു, CPIയും CPIയും തമ്മിൽ തർക്കം എന്ന രീതിയിലല്ല. നമ്മുടെ സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം ഇതിനകത്തുണ്ട്. കേന്ദ്ര സർക്കാർ നികുതി വിഹിതം നൽകേണ്ടത് ഔദാര്യമല്ല. വിഷയത്തിൽ CPM CPIക്ക് ഒരു നയമുണ്ട്. അതിൽ അടങ്ങിയിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും ശൈലജ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ NEP എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ആ പോളിസിയിലെ എല്ലാ കാര്യങ്ങളും നിഷേധിക്കേണ്ടതാണെന്നല്ല. അതിനകത്ത് ചിലത് നേരത്തെയുള്ള വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലൂടെ കൊണ്ടുവരുന്ന സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മതേതരത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളെയാണ് എതിർക്കേണ്ടത്. അത്തരം കാര്യങ്ങളെ പ്രത്യേകിച്ച് എതിർക്കാൻ ഞങ്ങൾ തയ്യാറാവും. എന്നുവെച്ച് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലെ ഒരു കാര്യം അംഗീകരിക്കില്ല എന്നല്ല, അതൊരു സംസ്ഥാനത്തിനും പറയാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ മറവിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള എല്ലാറ്റിനെയും ഞങ്ങൾ എതിർക്കും. അത് CPIയും CPMും ആ കാര്യത്തിൽ ഒരേ അഭിപ്രായം. നിങ്ങളും നമ്മളും ജീവിക്കുന്ന സമൂഹത്തിൽ അഹിതമായിട്ടുള്ളത് കടന്നു വരുമ്പോൾ, നിങ്ങളിവിടെ നിൽക്കുന്ന കുട്ടികളെ, ചെറുപ്പക്കാരോടല്ല ഞാൻ പറയുന്നത്, മാധ്യമ മുതലാളിമാരോട് കൂടിയാണ്. അഹിതമായി കടന്നു വരുമ്പം അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റ് മനോഭാവമുള്ളവരെയും എവിടെയെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ എന്ന് കരുതി ആക്രമിക്കാനോ CPM CPI തർക്കം, അത് നിങ്ങൾ ഇന്നലെ തന്നെ ബിനോയ് വിശ്വവും CPI എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗം എന്തൊക്കെയോ ആരൊക്കെയോ ക്ഷണിക്കുന്നു, അപ്പോഴേക്ക് ഇല്ലേ വിട്ടുപോയി എന്ന് കരുതുന്നു. അപ്പോൾ CPI പറഞ്ഞത് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗം, CPI പറഞ്ഞത് തെറ്റാണെന്ന് ഞങ്ങളാരും പറയുന്നില്ല, കേട്ടില്ലേ? എന്നാൽ ഞങ്ങൾ ഒപ്പിടേണ്ടി വന്ന സാഹചര്യം, ഞങ്ങളല്ല, CPI അടക്കടങ്ങിയ മുന്നണി തന്നെയാണ്. അതിൽ ഞാൻ പറയട്ടെ, അതിൽ അവരോട് വേണ്ടത്ര ചർച്ച നടത്തിയിട്ടില്ല എന്ന പരാതി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക? അവരെ കൂടി ചേർത്ത് ചർച്ച നടത്തി ആ കാര്യം നടപ്പിലാക്കാൻ ഞാൻ പറയട്ടെ, അങ്ങനെയേ തുനിയുള്ളൂ. കേട്ടില്ല? CPIയും തമ്മിൽ അങ്ങനെ വലിയ പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ? പ്രതിപക്ഷമായാലും മാധ്യമങ്ങളായാലും കാണേണ്ടത് കേരളം അനുഭവിച്ചു വരുന്ന സുരക്ഷിതത്വത്തിൻ്റെ മേലെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടി വീഴുന്നത്.
അപ്പോൾ അതെല്ലാം മറന്നിട്ട് ഇവിടെ എന്തോ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ പൊളിക്കാൻ കിട്ടിയ ഒരു സാഹചര്യമെന്ന് കരുതി CPI ഇതൊരു വിഷയമേ അല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമാവേണ്ടത് എന്താ? PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രം നിർബന്ധിക്കുന്നു. നടപ്പിലാക്കിയില്ലെങ്കിൽ SSKയുടെ അടക്കമുള്ള പദ്ധതി വിഹിതം തരില്ലെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ചിന്തയുടെ പോയിന്റ് പ്രധാനമായിട്ടുള്ള കുന്തമന തിരിയേണ്ടത് കേന്ദ്രം സംസ്ഥാനങ്ങളിൽ ചിലത് അടിച്ചേൽപ്പിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യത്തിൽ UTV ന്യൂസ് പാലക്കാട്.